അടുത്ത ഞായറാഴ്ച അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ഇന്ന് രാവിലെ വായിച്ചു കേട്ട ഈ സങ്കീർത്തന ഭാഗം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, സങ്കീർത്തനക്കാരനാകുന്ന ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. ഈ 18-ാം സങ്കീർത്തനം ദൈവം ആരാണെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ്. അപ്പോൾ തന്നെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ നിലകളിലാണെന്നുള്ളതും വളരെ വ്യക്തമാക്കി തരുന്ന ഒരു സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം. അതിന്റെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ശക്തിയും സംരക്ഷണവുമാണെന്ന് പൂർണ്ണമാകുന്ന ബോധ്യം ഈ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. ദൈവം ശക്തിയാണ്, ദൈവം ബലമാണ്, ദൈവം സംരക്ഷണമാണ് എന്നുള്ള ഉത്തമ ബോധ്യം തന്റെ ഹൃദയത്തിൽ, തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകത്തിൽ ബലമുള്ളവർ ധാരാളം ആളുകളുണ്ട്. അനേകർ അവരുടെ ബലം എന്ന് പറയുന്നത് ചിലർക്ക് അവരുടെ ആരോഗ്യത്തിലാണെങ്കിൽ, ചിലർക്ക് അവരുടെ പണത്തിലാണ്, ചിലർക്ക് അവരുടെ മക്കളിലാണ്, ചിലർക്ക് അവരുടെ കുടുംബത്തിലുള്ള മറ്റു ഭൗതികമാകുന്ന പലതിലും ലോകത്തിലുള്ള ആളുകൾ ബലമായിട്ട് കാണുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പറയുവാൻ കഴിയും, ഇതെല്ലാം ലോക മനുഷ്യർക്ക് ബലമാണ്, നമുക്കും ബലമാണ്. എന്നാൽ ഈ ബലമുള്ളതെല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. ഈ ബലമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സന്ദർഭത്തിൽ ബലമായി മാറുന്നതാണ് ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പണം നഷ്ടപ്പെട്ടെന്ന് വരാം, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് വരാം, നാം ബലമെന്ന് ചിന്തിക്കുന്ന ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷെ നഷ്ടപ്പെടാത്ത ഒന്നുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്. അതാരാണ്? സർവശക്തനാകുന്ന ദൈവമാണ് എന്റെ ബലമെന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ ബലമായിട്ട് കാണുവാൻ കഴിയണം. സ്തോത്രം. ദൈവത്തെ ബലമായിട്ട് കാണുവാൻ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല. സ്തോത്രം. അങ്ങനെ നോക്കിയേ, യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്തത്, പ്രിയമുള്ള ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നിനക്ക് അസാധ്യമായത് ഒന്നും തന്നെയില്ല. യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതി ചേർത്തിരിക്കുകയാണ്. വായിച്ച ഈ വേദഭാഗം, അയ്യോ കർത്താവായ യഹോവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയിരിക്കുന്ന നിന്റെ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും വിരിച്ചിരിക്കുന്നു. നാം കാണുന്ന ഈ ഭൂമിയും നാം കാണുന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമാകുന്ന ആകാശമണ്ഡലം നമുക്ക് കാണുവാൻ കഴിയും. എത്ര മനോഹരമാണ് ഈ ഭൂമി, എത്ര മനോഹരമാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം എത്ര മനോഹരമാണ്.
പക്ഷെ തിരുവചനം പറയുകയാണ്, ഇതെല്ലാം ആര് വിരിച്ചിരിക്കുന്നു, ആരുണ്ടാക്കിയിരിക്കുന്നു? സർവശക്തനാകുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ടും അവന്റെ മഹാഭുജം കൊണ്ടും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ബലം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ആര്? ആരാണ്? ദൈവം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് ദൈവം. നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു വാക്യമുണ്ട്. ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പുസ്തകം ഏതാ? ഉൽപ്പത്തി. ഇല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാമത്തെ വാക്യം എന്താ? വലിയൊരു ആരും പറയണ്ട. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ വാക്യം എന്താ? 1:1. ഉറക്കെ പറഞ്ഞാട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയിരിക്കുന്നു. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, ഇത് വായിച്ചിട്ട്, ദൈവം ഇങ്ങനെ ചുമ്മാതിരുന്നപ്പം ദൈവത്തിന് ആദി കയറിയിട്ട് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയതല്ല. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഉള്ള ഒന്ന് ദൈവം എന്ത് ചെയ്തു? ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം എന്ത് ചെയ്തു? ഉണ്ടാക്കുവാനിടയായി തീർന്നു. അത് ആരുടെ കരം കൊണ്ടാണ്? ആരുടെ ശക്തി കൊണ്ടാണ്? നാം വിശ്വസിക്കുന്ന, നാം പിതാവേ എന്ന് വിളിക്കുന്ന, നാം ദൈവമേ എന്ന് പറയുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ കരവിരുതിനാലാണ് ഈ സകലതും നാം കാണുന്നത്, സകലതും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, ഒരു ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തമല്ല. സ്വയം ഭൂവാകുന്ന ദൈവത്തിന്റെ കണ്ടുപിടുത്തമാണ്. ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല. ദൈവം ആരാണ്? നിത്യനാണ്. ദൈവം ആരാണ്? സ്വയംഭൂവാണ്. ദൈവം ആരാണ്? ദൈവം നിത്യനായ ദൈവമാണ്. ദൈവത്തെ ആരും എന്ത് ചെയ്തല്ല. സ്തോത്രം. എന്നാൽ ദൈവമാണ് ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും നീ ഉണ്ടാക്കിയിരിക്കുന്നു, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. സ്തോത്രം. ഇതാണ് ദൈവവും മനുഷ്യനും സംബന്ധിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ലോകത്തിലില്ല. എന്നാൽ മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് ഒന്നല്ല, 9 ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നിങ്ങളാൽ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ, ഞാൻ അതിനെ തീർത്തു തരാം. മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നിന്നാൽ കഴിയാത്തത് എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അതിനെ നന്നായി തീർത്തു തരാം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. ജീവിതത്തിലോ കുടുംബത്തിലോ സ്തോത്രം, നമ്മുടെ ക്രൈസ്തവ ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അസാധ്യമായിട്ടുള്ളത്, നമ്മളാൽ നേടിയെടുക്കാൻ കഴിയാത്തത്, ചിലതിന്റെ മുൻപിൽ പരാജയപ്പെട്ട് തോറ്റു നിൽക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിജയം നേടുവാനിടയായി തീരണം. മോശയോട് ദൈവം പറയുകയാണ്, നിനക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിന്നാൽ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്, എന്നാൽ നീ അത് എന്റെ അടുക്കൽ കൊണ്ടുപോകും. ഇന്ന് പകൽക്കാലം നമ്മളോട് ഓരോരുത്തരോടും, ഈ വചനം സംസാരിക്കുന്ന എന്നോടും, ഇവിടെ ശ്രോതാക്കളായി ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്, ചിലതിന്റെ മുൻപിൽ അന്തം വിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലല്ലേ, ഇവിടെ തോറ്റു, ഇവിടെ നീ വിജയിക്കത്തില്ല, ഇവിടെ നീ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇനിയും ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ യോഗത്തിന്റെ നടുവിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ പിതാവേ, നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, എന്റെ അടുക്കൽ കൊണ്ടുവരിക,
ഞാൻ അതിനെ നന്നായി തീർത്തു തരുന്ന ഒരു ദൈവമാണ്. ആമേൻ. നീ അത് ചുമന്നുകൊണ്ട് നടക്കാനല്ല ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ മടുത്തിരിക്കുന്ന ചില വിഷയം, അല്ലേ? മടുത്തിരിക്കുന്ന ചില വിഷയം, ഹല്ലേലൂയ, പരിഹാരമില്ലാത്ത ചില വിഷയങ്ങൾ ആമേൻ തമ്പുരാൻ പറയുകയാണ്, എന്റെ അടുക്കൽ നീ കൊണ്ടുവാ. നീ എന്റെ അടുക്കൽ കൊണ്ടുവാ. എങ്ങനെ കൊണ്ടുവരേണ്ടത്? ആമേൻ. പായിട്ട് ദൈവസന്നിധാനത്തിൽ മുഴങ്കാലിലിരുന്ന് നിന്റെ വിഷയങ്ങൾ നിറഞ്ഞ കണ്ണുകളുമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കുവാനിടയായി തീരും. ആമേൻ. ദൈവം ഏറ്റെടുക്കുന്ന ദൈവമാണ്. നമ്മുടെ ഭാരങ്ങൾ അവൻ ചുമക്കുന്ന ദൈവമാണ്. നമ്മുടെ വേദനകൾ അവൻ വഹിക്കുന്ന ദൈവമാണ്. ആമേൻ. ആ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തെ മാത്രമല്ല നമ്മുടെ രോഗത്തെയും യേശു ചുമക്കുവാനിടയായി തീർന്നു. ആമേൻ. നമ്മുടെ രോഗത്തെയും ശാപത്തെയും മാത്രമല്ല, ആമേൻ, നമ്മുടെ പാപഭംഗിലമാകുന്ന സകലത്തെയും യേശു ചുമക്കുവാനിടയായി തീർന്നു. അപ്പൊ നോക്കി, ഇവിടെ പറയുകയാണ്, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, ആമേൻ, ഈ കാണുന്ന ആകാശത്തെയും ഭൂമിയെയും ആമേൻ അവന്റെ ശക്തി കൊണ്ടും അവന്റെ നീട്ടിയ ഭുജം കൊണ്ടുമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആകയാൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമാകുകയില്ല. സ്തോത്രം. ആമേൻ. ഈ കാണുന്ന സൃഷ്ടിയുടെ പുറകിൽ ഒരു സൃഷ്ടിതാവുണ്ട്. അത് മറ്റാരുമല്ല, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന, ആമേൻ, നാം സ്തോത്രം ചെയ്യുന്ന, നാം കൈകൊട്ടിപ്പാടുന്ന, ആമേൻ, നാം കരയുന്ന, ആമേൻ, ദൈവമാണ്. സ്തോത്രം. ആ ദൈവത്തിന് കഴിയാത്തതായത് ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച വാക്യം ഇങ്ങനെയാണ്, നീ എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയാണ്. ആമേൻ. നോക്കിയേ, പാപവിമോചനവും, ഒന്ന് പ്രപഞ്ച സൃഷ്ടിതാവ്, രണ്ട് പാപവിമോചനവും രക്ഷയും അവന്റെ പക്കലുണ്ട്. ഈ ബലമായ ദൈവത്തിന്റെ പക്കൽ എന്തൊക്കെയുണ്ട്? അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്. രണ്ട് പാപവിമോചനവും രക്ഷയും ആ ദൈവത്തിന്റെ പക്കലുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പക്കൽ ആമേൻ പാപത്തിൽ നിന്നുള്ള രക്ഷയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. സ്തോത്രം. ആമേൻ. വെള്ളത്തിൽ വീണ് വെള്ളം കുടിച്ച് മുങ്ങിപ്പോയി മരിക്കാൻ പോകുന്ന, നീന്തറിയാത്തൊരു മനുഷ്യൻ ആവശ്യം അവനെ ഇറങ്ങിച്ചെന്ന് രക്ഷിക്കുന്ന നീന്തറിയുന്ന ഒരു മനുഷ്യനെയാണ്, അല്ലെ? ആമേൻ. വെള്ളത്തിൽ അബദ്ധവശ വീണ് നീന്തറിയാതെ കയ്യും കാലും ആ വെള്ളത്തിലിട്ട് അടിച്ച് മുങ്ങിപ്പോകുന്ന ആ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ അവൻ ആവശ്യം തിയറി അല്ല, തിയോളജി അല്ല, തത്വശാസ്ത്രമല്ല. ആ മുങ്ങിപ്പോകുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെന്ന് അവനെ പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് രക്ഷിക്കുന്ന ഒരു മനുഷ്യനെയാണ് ആ മരിക്കാൻ പോകുന്ന മനുഷ്യൻ ആവശ്യം. എന്നതുപോലെ പാപത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്ന മനുഷ്യർ ആവശ്യമെന്ന് പറയുന്നത് പാപമില്ലാത്ത രക്ഷകനാകുന്ന ഒരു ദൈവത്തെയാണ്. ആ ദൈവമാണ് കർത്താവായ യേശു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഇത് എവിടെയും പ്രസംഗിക്കാം, ആരോടും പറയാം. ആമേൻ. സ്തോത്രം. ഏത് മുക്കിനും മൂലയിലും ആമേൻ യേശുവിന്റെ സുവിശേഷം പറയാൻ നമുക്ക് ഒരു ലജ്ജയും വേണ്ട. സ്തോത്രം. എന്താ കാരണം? ഈ സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ആമേൻ. വേറൊരു സുവിശേഷമില്ല. സ്തോത്രം. ആമേൻ. അടുത്തത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആമേൻ. നമ്മൾ വായിച്ചത് എന്താണ്? ആമേൻ. അവന്റെ ബലവും, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി. ആമേൻ. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? മരണത്തിന്മേൽ പൂർണ്ണ വിജയം നേടിക്കൊണ്ട് യേശു ക്രിസ്തു മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ആമേൻ മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരാളെയുള്ള, അതാരാണ്?
കർത്താവായ യേശു ക്രിസ്തു. ആമൻ ഇസ്രായേലിൽ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്ത് ആമൻ ഈ ശവകുടീരമുണ്ട്. അവിടെ ഇങ്ങനെ ആ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആമൻ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമൻ മരിച്ചവരുടെ കല്ലറ ഈ ലോകത്ത് എവിടെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അല്ലാതൊരു കല്ലറയും ഈ ലോകത്ത് തുറന്നു കിടക്കുന്നില്ല. ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ ഒരു കല്ലറയുണ്ടെങ്കിൽ യേശുവിന്റെ കല്ലറ മാത്രമാണ്. അതുകൊണ്ടാണ് ആമൻ അന്നത്തെ റോമാൻ സാമ്രാജ്യം ഉണരുവാനിടയായി തീർന്നത്. യേശു മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയെങ്കിലും, യേശുവിനെ ആ ക്രൂശിൽ നിന്ന് ഇറക്കിയെന്ന് ഉറപ്പുവരുത്തിയെങ്കിലും, ആമൻ യേശുവിനെ ഭദ്രമായി വെട്ടിയിരുന്ന ആ ശവക്കല്ലറയ്ക്കകത്ത് ആമ ശീലകൾ പൊതിഞ്ഞ് ആമ വലിയ കല്ലുരുട്ടി വെച്ചെങ്കിലും, റോമൻ ഇമ്പീരിയം മുദ്ര അവിടെ പതിച്ചെങ്കിലും, ആമൻ യേശു ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, ആമൻ ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും? പണിയുവാനിടയായി തീരും. ഇതവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ട് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി. എന്താ കാരണം എന്നറിയാമോ? ഈ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞതാ. ആമൻ എന്തിനേറെ പറയുന്നു, ആമൻ ഒരു 3-ാമത്തെ ദിനമുണ്ടായിരുന്നു. അതാണ് ഉയർപ്പിന്റെ ദിനം. അത് രാവിലെ ആ സഹോദരിമാർ യേശുവിന്റെ കല്ലറ അന്വേഷിച്ച് ആമ കല്ലറയിൽ ചെന്നപ്പോൾ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. കല്ലറ തുറന്നിരിക്കുന്നത് അവർ കണ്ടു. സ്തോത്രം. ആമ കല്ലുരുണ്ട് മാറിയിരിക്കുന്നത് അവർ കണ്ടു. ആ കല്ലറയുടെ അകത്ത് പ്രവേശിച്ചപ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് യേശുവിനെ ചുറ്റിയിരുന്ന തുണിശീല മാത്രം അവിടെ ശേഷിച്ചിരുന്നു. ആമ 2 ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ദൂതന്മാർ മറിയോട് സംസാരിച്ചു. ആമൻ അവിടെ വന്ന ശിഷ്യന്മാരോട് സംസാരിച്ചു. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? സ്തോത്രം. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ എന്ത് ചെയ്യത്തില്ല? കാണാൻ പറ്റത്തില്ല. ആ കല്ലറ തുറന്നു കിടന്നു. ആമൻ യേശു എന്ത് ചെയ്തു? ആമൻ ബദ്ധന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ആമൻ സ്തോത്രം പാതാളത്തിലേക്ക് ചെന്നു. യേശു സുവിശേഷം പറഞ്ഞു. തന്റെ മടങ്ങി വരവെങ്കിൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷയായി. ആമേൻ സ്തോത്രം. അവളെയും നിരാശയോടെ പറഞ്ഞയച്ചില്ല. ആമൻ ലോകം കണ്ട യേശുവിന്റെ സാക്ഷികളിൽ ഒന്നാമളായിരുന്നു. 1-ാമത്തെ ആളായിരുന്നു മഗ്ദലക്കാരത്തി മറിയം. ഭൂതം ബാധിച്ചവളാണ്, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളാണ്. പക്ഷേ ആമൻ യേശുവിന്റെ ഉയർപ്പിന്റെ സാക്ഷിയായി തീരുവാൻ ദൈവം അവൾക്ക് ഭാഗ്യമൊരുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പൊ നോക്കിയേ, ആമൻ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ബലം? 1, ആമൻ അവൻ പ്രപഞ്ച സൃഷ്ടാവാണ്. 2, ഈ ദൈവം പാപവിമോചകനാണ്, രക്ഷ നൽകുന്ന ദൈവമാണ്. 3, യേശു ക്രിസ്തുവിന്റെ ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്ന് പിതാവാകുന്ന ദൈവമനെ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. പിതാവാകുന്ന ദൈവം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ കുറിച്ച് പല തത്വങ്ങളും പഠിപ്പീരുകളും ഒക്കെ സമൂഹത്തിലുണ്ട്. ചിലര് പറയുന്നത് യേശു എന്ത് ചെയ്തില്ല? ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിന്റെ ശരീരം ഗ്യാസായി പോയെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശുവിന് പകരം മറ്റൊരാളെ അവിടെ ക്രൂശിച്ചു, ശവമടക്കി എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആമൻ കർത്താവ് ആമൻ സുവിശേഷങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? യോനായുടെ അടയാളം നിങ്ങൾക്ക് അവൻ തരും. 3 രാവും പകലും യേശു യഹൂദന്മാരുടെ സമയം അനുസരിച്ച് 3 ദിവസം എന്ത് ചെയ്തു? ആ ശവക്കല്ലറയ്ക്കുള്ളിൽ ഒന്ന് ഒതുങ്ങി.
ആ ഒതുങ്ങിക്കൊടുത്ത സമയത്ത് പിശാച് പറഞ്ഞു, നമ്മുടെ പദ്ധതി വിജയിച്ചു, നമ്മുടെ പദ്ധതി വിജയിച്ചു. എന്തായിരുന്നു പദ്ധതി? ഇവനെ ആ ശവക്കല്ലറയ്ക്കകത്ത് ഒതുക്കി കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതി എന്ത് ചെയ്തു? വിജയിച്ചു. ആർത്തട്ടഹസിച്ചു. പിശാച് എന്ത് ചെയ്തു? സ്തോത്രം, അവന്റെ ആക്രോശവും അവന്റെ ആനന്ദവും അവൻ മുഴക്കി. പക്ഷേ സാത്താനെ ഒരു 3-ാം ദിനമുണ്ട്. ആ 3-ാം ദിനത്തിൽ യേശു ഈ കല്ലറയുടെ അകത്ത് നിന്ന് പുറത്തു വരുവാനിടയായി തീരും. സ്തോത്രം. പിശാചിന്റെ തല തകർത്തതാണ് യേശു കാൽവറി ക്രൂശിൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിയ നമ്മൾ ഇവിടെ വായിച്ചത്, ആമേൻ, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സമയത്തിനും ദൂരത്തിനും പരിധിയില്ലാത്ത ശക്തിയാണ്. ശ്രദ്ധിക്കണം, സമയത്തിനും ദൂരത്തിനും പരിധിയില്ലാത്തതാണ് ദൈവശക്തി. ദൈവശക്തിക്ക് സമയം വിഷയമല്ല, ദൈവശക്തിക്ക് ദൂരം വിഷയമല്ല, ദൈവശക്തിക്ക് പരിധി വിഷയമല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കോഴിക്കോടിരിക്കുന്ന നിന്റെ ബന്ധുവിന് സൗഖ്യം ദൈവം കൊടുക്കും. ആമൻ ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിച്ചാൽ ഉഗാണ്ടയിലുള്ള നീ അറിയുന്ന നിന്റെ സ്നേഹിതന് വിടുതൽ ദൈവം കൊടുക്കും. ഇവിടെ നിന്ന് നീ പ്രാർത്ഥിച്ചാൽ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള വ്യക്തികളുടെ മേൽ ഇടപെടുന്ന ദൈവത്തിന്റെ ഇടപെടൽ. അതാ പറയുന്നത്, സമയത്തിനും സ്തോത്രം എന്തില്ല, സമയത്തിനും ദൂരത്തിനും പരിധിയില്ല. തന്റെ വചനം അയച്ച് അവൻ വിടുവിക്കുന്നു. അവൻ ദൈവശക്തിക്ക് എന്തില്ല, സമയപരിമിതം വിഷയമല്ല, സമയം വിഷയമല്ല, ദൂരം വിഷയമല്ല. ലോകത്തിലെവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് തന്റെ പ്രവൃത്തി എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ആമേൻ. അടച്ചിട്ട റൂമിന്റെ അകത്ത് ആ റൂമിന്റെ വാതിൽ തുറക്കാതെ അതിന്റെ അകത്ത് വരുന്ന ദൈവം. സ്തോത്രം. മുഴങ്കാലിൽ നിന്ന് അപ്പാ എന്ന് ആത്മാർത്ഥമായി വിളിക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്തിറങ്ങി വരുന്ന ദൈവം. നീ യാത്ര ചെയ്ത് പോകുമ്പോൾ നിന്റെ യാത്രയിൽ ഒരു കൂട്ടുകാരനെ പോലെ നിന്റെ കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവം എന്ന് പറഞ്ഞാൽ നീ ആശുപത്രിയിൽ അഡ്മിറ്റായി രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവം. എന്നാൽ ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന്റെ സന്ദർശനം, ദൈവത്തിന്റെ ഇടപെടൽ ഒരു ദൈവ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയും. ആമേൻ. സ്തോത്രം. ലോകർ പറയുന്നത് നിങ്ങൾ അങ്ങനാണെങ്കിൽ ആ ദൈവത്തെ ഒന്ന് കാണിച്ചു തരാം. ആമേ. നമ്മുടെ പിള്ളേരോട് മറ്റുള്ള പിള്ളേർ പറയുന്ന അങ്ങനെയാണെങ്കിൽ നിന്റെ ദൈവത്തെ എന്ത് ചെയ്യാ? ഒന്ന് കാണിച്ചു തരാൻ പറയാം. പക്ഷെ ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. പക്ഷേ സ്തോത്രം, അത് അനുഭവിക്കാൻ പറ്റുന്നു. ഈ കരണ്ട് സ്തോത്രം പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വയറിൽ കൂടെയും ഉപകരണങ്ങളിലൂടെയും അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് മനുഷ്യന് വിവിധ തരത്തിലുള്ള സ്തോത്ര പ്രതിഫലനമായി അതിൽ നിന്ന് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അത് AC-യിൽ കൂടെ കയറി വരുമ്പോ ഇവിടെ തണുപ്പ് വ്യാപരിക്കുക. അതൊരു ഫാനിൽ കൂടെ ആ കരണ്ട് വരുമ്പോൾ അതെന്ത് ചെയ്യുക? ഒരു കാറ്റ് നൽകി തരികയാണ്. അതൊരു ബൾബിൽ കൂടെ കടന്നു വരുമ്പോൾ അത് പ്രകാശം നൽകി തരിക. അതൊരു മൈക്കിൽ കൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ചെറിയ ശബ്ദത്തെ അത് എന്ത് ചെയ്യുകയാണ്? വലുതാക്കി വിടുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു വിദ്യുത് ശക്തി, ഒരു വൈദ്യുതിക്ക് വ്യത്യസ്തമാകുന്ന നിലകളിൽ പ്രതിഫലനം തരാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയും ഇതിന് സമാനമാണ് എന്ന് പറഞ്ഞ രോഗിക്ക് ആ ശക്തി സൗഖ്യം കൊടുക്കൂ, തളർന്നിരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കൂ, സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിയിരിക്കുന്നവനെ വിടുവിക്കുന്ന ദൈവമാണ്. മാനസാന്തരമില്ലാത്തവന് മാനസാന്തരം കൊടുക്കുന്ന ദൈവമാണ്. മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇതിന് സമയമില്ല, ഇതിന് പരിമിതിയില്ല, ഇതിന് ദൂരമില്ല, ഇതിന് കാലപ്പഴക്കമില്ല. ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ദൈവശക്തി
വ്യാപരിക്കുവാനിടയായി തീരട്ടെ. മാറ്റമില്ലാത്തതും ശാശ്വതമായ ഒരു ശക്തിയാണ്. ഈ ശക്തിക്ക് എന്തില്ലെന്നറിയാമോ? മാറ്റമില്ല. ആമേൻ, സ്തോത്രം. ലോകമുണ്ടായ കാലം മുതൽ ഈ ദൈവശക്തി ഈ ഭൂമിയിലുണ്ട്. ആമേൻ. ഇത് ദൈവത്തിന്റെ കാലം വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. ആമേൻ. ഇതെന്താണ്? ശാശ്വതമായ ദൈവശക്തിയാണ്. ആമേൻ. ഇതിനെന്തില്ല? മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ്. സ്തോത്രം. ഒന്ന് വായിച്ചു നോക്കിയ ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്ത് 18:27 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 27 വാക്യം. അതിനവൻ നോക്കിയേ, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുമെന്ന് പറഞ്ഞു. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. ഏത് ശക്തി കൊണ്ട്? മാറ്റമില്ലാത്ത ശക്തി കൊണ്ട്, ശാശ്വതമായി നിലനിൽക്കുന്ന ഈ ദൈവശക്തി കൊണ്ടാണ് ആമൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? നടക്കുവാനിടയായി തീരുന്നത്. ഇനിയും അടുത്ത വാക്യം ഇങ്ങനെയാണ്. ദൈവം ആരാണ്? 18 സങ്കീർത്തനത്തിന്റെ ആമൻ 2ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമൻ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ദൈവം ആരാണ്? അതിനുള്ള ഉത്തരം 2ാം വാക്യം വായിച്ചാൽ നോക്കിയേ. യഹോവ എന്റെ ശൈലമാണ്. ഏകദേശം 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയും. എന്തൊക്കെയാണെന്നറിയാമോ? ദൈവം എന്റെ ശൈലമാണ്, ദൈവം എന്റെ കോട്ടയാണ്, ദൈവം എന്റെ രക്ഷകനാണ്, ദൈവം എന്റെ പാറയാണ്. നോക്കിക്കേ, 7 കൂട്ടം കാര്യങ്ങളാ ഈ 2ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ, ദൈവം ആരാണ് പറഞ്ഞാട്ടെ? 7 കാര്യം. ആ വാക്യം ഒന്ന് വായിച്ചു. 2ാമത്തെ വാക്യം പിള്ളേരൊന്ന് വായിച്ച 2ാമത്തെ വാക്യം. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയും എന്റെ ഗോപുരവും എന്റെ കൊമ്പുമാകും. അപ്പൊ ദൈവം ആരാണ്? ദൈവം ആരാണെന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നൊന്നായി ചിന്തിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ നമുക്ക് വേണം. എന്നാൽ ആമൻ അതിന്റെ 1ാമത്തെ കാര്യം, ദൈവം എന്റെ ആരാണ്? ശൈലം. ശൈലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാറ, മല, ഉറപ്പുള്ള പർവ്വതം. എന്തൊക്കെയാണ്? പാറ, മല, ഉറപ്പുള്ള പർവ്വതം. അപ്പൊ ഇവിടെ ദൈവത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എന്റെ ആരാണ്? ശൈലമാണ് എന്ന് പറഞ്ഞാൽ വിശദീകരണം എങ്ങനെയാണ്? മാറ്റമില്ലാത്ത, എന്താണ്? മാറ്റമില്ലാത്ത സംരക്ഷണം എന്ന് പറഞ്ഞാൽ തകർക്കാൻ കഴിയാത്ത. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം, ഒരു വാക്കുകൂടെ ഞാൻ ചേർത്ത് പറയാം. ആർക്കും തകർക്കാൻ കഴിയാത്ത. സ്തോത്രം. ദൈവം എന്റെ ആരാണ്? എന്റെ ശൈലമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു പാറയാണ് എന്റെ ദൈവം. സ്തോത്രം. ഈ പാറ കഷ്ണത്തെ നമുക്ക് എന്ത് ചെയ്യാം? രൂപഭംഗി വരുത്താം. പക്ഷെ വലിയ പാറയെ രൂപഭംഗി വരുത്തണമെങ്കിൽ അല്പം എന്താ? ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ഒരിക്കലും ഒരു മനുഷ്യൻ ആമൻ നോക്കി അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? പുല്ലൊക്കെ പറിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഒരു മലയോരത്തിൽ കൂടെ എന്ത് ചെയ്തു? പോവുക. അങ്ങനെ പോയി തന്നെ അന്വേഷിച്ച് തന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? തന്റെ കുട്ടി തന്നെ അന്വേഷിച്ചു വന്നു. അപ്പം ഇറങ്ങി വരുന്ന ആമൻ ആ വഴിയിലൂടെ, ആ ദുർഘടമേറിയ വഴിയിലൂടെ എന്ത് ചെയ്യുന്നറിയാമോ? ആമൻ ഈ കുഞ്ഞ് ആമൻ ഒരു അപകടത്തിൽപ്പെട്ടു. അതിങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുക. അപ്പോൾ താഴെ നിൽക്കുന്ന
ആമേൻ. ഈ അപ്പന് ആകെ വിഷമമായി എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ ഈ മോൻ പറഞ്ഞു, ഞാൻ പിടിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പാറയാണ്. ആമേൻ എന്ന് പറഞ്ഞു ഉറപ്പിനെ കാണിക്കുന്നതാണ്. ഉറപ്പിനെ കാണിക്കുന്നതാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു പാറയാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ആമേൻ അതിന്റെ അപ്പുറത്ത് മറ്റൊന്നില്ല എന്നുള്ളതാണ്. സ്വത്രം. ആമേൻ. ലൗകിക ശക്തികളും മനുഷ്യരും സാഹചര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറി മറയാം. ലോകത്തിലെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? മാറി മറയാം. ചിലര് പറയത്തില്ല, ആ പുള്ളി വാക്ക് പറഞ്ഞെന്ത് ചെയ്തില്ല, പാലിച്ചില്ല. അപ്പം വാക്ക് പാലിക്കാത്ത ആള് പറയും, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, കാലും കയ്യും മാറ്റാൻ പറ്റും. സ്വത്രം. ആമേൻ. മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് മാറാൻ സാധ്യതകളുണ്ട്. നമ്മൾ മാറിയിട്ടുള്ളവരാണ്. പക്ഷെ മാറാത്തൊരു ദൈവത്തെ പറ്റി പറയുകയാണ്. അവൻ എന്റെ ശൈലമാണ്, ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു പാറയായ ദൈവമാണ്, ഉറപ്പുള്ള ദൈവം. എന്നാൽ പർവ്വതമല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു വലിയ പാറ പോലെ മാറ്റമില്ലാതെ നിൽക്കുന്നവനാണ് ദൈവം എന്ന് പറഞ്ഞ എത്ര വലിയ കൊടുങ്കാറ്റും എത്ര വലിയ പേമാരി വന്നാലും ഈ പാറയ്ക്കൊരു ഭയവും. എന്താ കാരണം? അതിനെ തകർക്കാൻ ഈ കാറ്റിന് കഴിയത്തില്ല, ഈ പേമാരിക്ക് കഴിയത്തില്ല. സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രണ്ടു മനുഷ്യർ വീട് പണിതു. ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? മണലിന്മേൽ വീട് പണിതു. മറ്റേ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. രണ്ട് വീടും ഒരുപോലെ ഇരിക്കുന്നു, ഒരുപോലെ സൗകര്യങ്ങളുണ്ട്, കണ്ടാൽ അതിമനോഹരമാണ്, ആർക്കും ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞു, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പേമാരിയുണ്ടായി, കാറ്റുണ്ടായി, പ്രതികൂലങ്ങൾ ഉണ്ടായി. ആമി മണൽമേൽ പണിത വീട് നിലംപരിചാകുവാനിടയായി തീർന്നു. ആമൻ. പാറമേൽ പണിത വീട് അവിടെ നിലനിൽക്കുവാനിടയായി തീർന്നു. ഒരു ക്രിസ്തീയ ഭക്തന്റെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ക്രിസ്തുവായിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ഗുണം, രോഗങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. ആമേൻ. കൊടുങ്കാറ്റുകൾക്ക് സമമായിട്ടുള്ള ഈശാനമൂലനാകുന്ന കാറ്റുകൾ നമ്മുടെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിച്ച് ആമേൻ ഊറ്റൽ ശക്തിയോടുകൂടെ കടന്നു വരാം. പക്ഷേ നമ്മെ പറിച്ചെറിയുവാൻ, പിഴുതുമറിക്കുവാൻ, ഉഴുതുമറിക്കുവാൻ ഒരു ശക്തിക്കോ ഒരു കാറ്റിനോ കഴിയത്തില്ല. കാരണം ക്രിസ്തുവാകുന്ന വചനത്തിലും ക്രിസ്തുവിലും അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നിടത്തോളം കാലം. ആമേൻ. അതുകൊണ്ടല്ലേ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നായി തിരമാലയ്ക്ക് സമമായിട്ട് ഒന്ന് മാറി അടുത്ത് വരുന്നുണ്ടെങ്കിലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള അടിത്തറയാണ്. സുരക്ഷിതമായിട്ട് അടിത്തറ ഇട്ട് വീട് പണിതാൽ ആമേൻ പ്രത്യേകിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. സ്വത്രം. നോക്കിയേ, രണ്ടാമത്തെ ദാഹം മാറ്റുന്ന പാറ. ദാഹം മാറ്റുന്ന പാറ. ഇതൊക്കെ ദൈവത്തെ കാണിക്കുന്നതാറ്റം. സ്വത്രം. മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ ജനം വന്നപ്പോൾ അവർക്ക് വെള്ളമില്ലാതെ അവര് ആമേൻ ദാഹിച്ച് വളരെ വലഞ്ഞു. ആ സമയത്ത് ദൈവം പറഞ്ഞു, മോശേ നീ പാറയെ വടി നീട്ടാൻ പറഞ്ഞു, അല്ലേ? നീട്ടാൻ പറഞ്ഞു. മോശെ ആവേശം കൊണ്ട് പാറക്കിട്ടൊരു അടി എന്ത് ചെയ്തു? കൊടുത്തു. എന്നാലും ദൈവം അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തു. സ്തോത്രം. ഈ പാറയ്ക്കകത്ത് ആ ജനത്തിന് ആവശ്യമായ വെള്ളമുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, ഈ ഉരുള് പൊട്ടുക,
വലിയ സ്തോത്രം ഇങ്ങനത്തെ ഭൂകമ്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോ വലിയ വലിയ പാറകൾ പൊട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അകത്തെല്ലാം എന്താണ്? വെള്ളമാണ്. ഈ മരുഭൂമിയിൽ വെള്ളമുണ്ട്. ദൈവം പറഞ്ഞു, മോശേ നീ അതിന് നേരെ പടി നീട്ടാൻ. അവർക്ക് ആവശ്യത്തിലധികം അവർ കുടിച്ച് തൃപ്തികരമാകും വണ്ണം ദൈവം ആ മരുഭൂമിയിൽ അവർക്ക് എന്ത് ചെയ്തു? വെള്ളം കൊടുക്കുവാനിടയായി. ദാഹം മാറ്റുന്ന ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലെ യാത്രയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ ദൈവം അതെന്ത് ചെയ്തു? പരിഹരിച്ചു. ആ പാറയിൽ നിന്ന് ജനത്തിന് ജീവജലം ഒഴുകി വന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, ആ പാറ ആരാണ്? ക്രിസ്തുവാണ്. സ്തോത്രം. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് കാണാൻ കഴിയുന്നത്. ആ അടിക്കപ്പെട്ട പാറ ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചത്, ഒന്ന് ദൈവം എന്റെ ശൈലമാണ്. രണ്ടെന്താണ്? കോട്ട. ശത്രുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഇടമാണെന്ത്? കോട്ട എന്ന് പറയുന്നത്. അകത്തുള്ളവരുടെ സുരക്ഷിതത്വവും പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണവും ഏൽക്കാതിരിക്കാനാണ് ഈ കോട്ട എന്ത് ചെയ്യുന്നത്? പണിയുന്നത്. എന്താ? ഒന്ന്, അകത്തിരിക്കുന്നവർക്ക് എന്തുണ്ട്? ഈ കോട്ട മുഖാന്തര സുരക്ഷിതത്വമുണ്ട്. പുറത്തുള്ള ആ ശത്രുക്കളുടെ ആക്രമണം അകത്തിരിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല? ഏൽക്കുകയില്ല. അപ്പൊ നോക്കി, അകത്തുള്ളവരെ സംരക്ഷിക്കുവാനും പുറത്തുള്ള ശത്രുക്കളെ തടയുവാനുമുള്ളതാണ് എന്ത്? കോട്ട. അപ്പൊ ഒന്ന് ദൈവശൈലമാണ്. രണ്ടെന്താണ്? കോട്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഈ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. ഈ കോട്ട ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഇതിന്റെ അകത്ത് ഒരു ശത്രുവിനും പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പൊ ഈ കോട്ട പണിയേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. പ്രാർത്ഥനയാകുന്ന കോട്ട നാം എന്ത് ചെയ്യണം? നമ്മുടെ ഭവനത്തിന് ചുറ്റും നമ്മൾ പണിയണം. ആമേൻ. ആരാധനയാകുന്ന കോട്ട നാം പണിയുവാനിടയായി തീരണം. ഈ കോട്ട പണിതാൽ ഇതിന്റെ അകത്ത് ഒരു ശത്രു പ്രവേശിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, അകത്തിരിക്കുന്ന നമുക്ക് അത് വലിയ സുരക്ഷിതത്വം നൽകി തരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആമേൻ, ദൈവം എന്റെ കോട്ടയാണ്, കഷ്ടകാലത്ത് അവൻ സങ്കേതമാണ്. കഷ്ടകാലത്ത് എന്താ? ആമേൻ. ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം രക്ഷയ്ക്ക് വേണ്ടി രാജാവിന്റെ കോട്ടയ്ക്കകത്തേക്ക് എന്ത് ചെയ്യും? പ്രവേശിക്കും. സംരക്ഷണത്തിന് വേണ്ടി. സാധാരണപ്പെട്ട ആളുകൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓടി പ്രവേശിക്കുന്നതാണ് ഈ സങ്കേതത്തിന്റെ ഉള്ളിൽ. അപ്പം ദൈവം പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം ആരാണ്? സങ്കേതമാണ്. ഇങ്ങനെ 46-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാണ്. സ്തോത്രം. അപ്പൊ നോക്കിയ, ദൈവത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനത്തിലെ യഹോവ ദുർദിനത്തിൽ ഒരു കോട്ടയും കഷ്ടകാലത്ത് സങ്കേതവുമാകുന്നു. ജീവിതത്തിൽ തനിയെ നേരിടാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി ചെല്ലാൻ കഴിയുന്ന ഇടമാണ് ഈ കോട്ട. സ്വന്തം ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടി ഓടിച്ചെല്ലാൻ പറ്റിയ ഒരിടമാണ് ഈ ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. കാവലും ജാഗ്രതയും. നോക്കിയേ, ഒരു കോട്ടയ്ക്കുള്ളിൽ എപ്പോഴും കാവൽക്കാരുണ്ടായി. ഒരു കോട്ടയ്ക്കകത്ത് എപ്പോഴും ആരുണ്ടായിരിക്കും? കാവൽക്കാരുണ്ടായിരിക്കും. ആ കാവൽക്കാരുടെ പ്രത്യേകത, അവർ ജാഗ്രതയുള്ളവരാണ്. എന്താ കാരണം? ഈ കോട്ടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഏതെങ്കിലും ശത്രു സൈന്യം വന്നാൽ ആമൻ അതിനെ ലക്ഷ്യമിടുക എന്നുള്ളതാണ് ആമൻ ജാഗ്രതയോടെ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വം. ആമൻ. നമ്മളെ ദൈവം ആരാക്കി വെച്ചിരിക്കുക? കാവൽക്കാരാക്കി വെച്ചിരിക്കുക. കാവൽക്കാര രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ
കാവൽക്കാരൻ ഉത്തരം പറയണം. നമുക്കറിയാം രാത്രി മുഴുവനും കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരെ നമുക്ക് കാണുവാൻ കഴിയും. പകല് മുഴുവനും സ്തോത്രം കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരുണ്ട്. അവരൊരു കാരണവശാലും ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ CCTV ഉണ്ട്. ആ CCTV എന്ത് ചെയ്യും? ഉറങ്ങുന്നത് പകർത്തിയെടുക്കും. അവരുടെ ഉത്തരവാദിത്വം അവരെ യൂണിഫോം ഇട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ATM കൗണ്ടറോ മറ്റാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് കാത്തുകൊള്ളണം എന്നുള്ളതാണ്. എന്നാ ചില ക്ഷീണം വരുമ്പോൾ കാവൽക്കാർ എന്ത് ചെയ്യും? ഉറങ്ങി. പക്ഷെ ദൈവം ഇവിടെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, യഹോവയാകുന്ന ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ആ ദൈവം നമ്മുടെ കാവൽക്കാരനാണ്. എന്നാൽ കർത്താവ് നമ്മളെ വിവിധ ഇടങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? താമസിപ്പിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ആ ദേശത്തിന്റെ കാവൽക്കാരാക്കി ദൈവം നമ്മെ വെച്ചിരിക്കുന്നു. അവൻ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ ദേശത്തെ ദൈവം വിടുവിക്കുവാൻ, ആ ദേശത്തോട് ദൈവം സന്ദർശനം അയക്കുവാൻ, അനേകരെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകരെ ദൈവത്തെ അറിയുവാൻ കർത്താവ് നമ്മളെ ഓരോ ഇടങ്ങളിൽ ആരാക്കി വെച്ചിരിക്കുക? കാവൽക്കാരാക്കി വെച്ചിരിക്കുക. കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ഒരു കാവൽക്കാരനെ എന്ത് മറുപടി പറയാൻ എന്ത് ചെയ്യുള്ളൂ? പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഉണർന്നിരിപ്പീ. ഞാനും നിങ്ങളും ഉണർന്നിരിക്കേണ്ടവരാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ്, ദൈവം ആരാണ്? എന്റെ ശൈലമാണ്, എന്റെ കോട്ടയാണ്, അടുത്തത് എന്റെ രക്ഷകനാണ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, സ്വയം രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ രക്ഷിക്കുന്ന ആളാണ് ആര്? രക്ഷകൻ. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ്, ദൈവം എന്റെ രക്ഷകനാ. അടുത്ത പറയുക, എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയാണ്. അടുത്തത് എന്റെ പരിച. ഈ പരിചയുടെ പ്രത്യേകത, ശത്രുവിന്റെ വാള് കൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിച എന്ന് ഉപയോഗിക്കുന്നത്. ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? വാള് കൊണ്ട് പരിചയം. ഒരു കൈ കൊണ്ട് പരിച ശത്രുവിന്റെ വാള് വരുന്നതിന് എന്ത് ചെയ്യും? തടുക്കും. മറുകൈയിലിരിക്കുന്ന വാൾ എന്ത് ചെയ്യും? ശത്രുവിനെ വെട്ടാനുള്ളത്. അപ്പൊ ഇവിടെ പറയുകയാണ്, ദൈവം എന്റെ ആരാണ്? പരിചയാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് നേരെ വരുന്ന ചില ശരങ്ങൾ, നമുക്ക് നേരെ വരുന്ന ചില ശത്രുവിന്റെ ആയുധങ്ങൾ, അത് പലപ്പോഴും കൊള്ളാതെ പോയത് നമ്മുടെ മിടുക്കൊന്നുമല്ല, നമ്മുടെ മസിൽ പവർ അല്ല, നമ്മുടെ കഴിവല്ല. സർവശക്തനാകുന്ന ദൈവം പരിചയായി നമ്മുടെ ഭവനത്തിന് ചുറ്റും, അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, നമുക്ക് ചുറ്റും ദൈവം പരിചയായിരിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ശത്രു എത്ര വട്ടം നമ്മളെ രക്ഷപ്പെട്ടതാ. യാത്ര ചെയ്ത് നമ്മുടെ വാഹനത്തെ തകർത്ത് തരിപ്പണമാക്കി ഒരു ഭാഗത്ത് നിന്നെ ഒതുക്കിയിടാൻ വേണ്ടി അവൻ എത്ര വട്ടം പദ്ധതി ഒരുക്കിയതാണെന്നറിയാമോ? എത്രയോ പ്രാവശ്യം നിന്നെ തള്ളിയിട്ട് നീ ആ റൂമിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാതെ വണ്ണം നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ പല പ്രാവശ്യം പദ്ധതി ഒരുക്കിയതാണ്. നിനക്ക് വേണ്ടി അവൻ കുഴി കുഴിച്ചതാണ്, നിനക്ക് വേണ്ടി അവൻ ചില പെട്ടി ഒരുക്കിയതാണ്. പക്ഷെ ഒരു കാര്യം വിളിച്ചു പറയാ, സർവശക്തനാകുന്ന ദൈവം പരിചയായി നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ട് ആ മണ്ണിന് നമ്മൾ ഇരയായി മാറിയില്ല. സ്തോത്രം. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ വേണം, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ കൊണ്ടൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിന് നിന്നെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് കുറെ കാലം ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വലുതാകും, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ ഒന്ന് നോക്കൂ,
നമ്മൾ മരിക്കാനാകുമ്പോ ഒരു തുള്ളി വെള്ളം അവൻ നമുക്ക് എന്ത് ചെയ്യും, തരുവല്ലോ എന്നൊക്കെ ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് മനുഷ്യൻ ലോകത്ത് ജീവിക്കുന്നത്. എന്നാ പ്രതീക്ഷകളെ മൺകൂടാരം പോലെ, പിള്ളാരുടെ കളിവീട് പോലെ, കൊട്ടാരം തകർന്നു വീഴുന്ന ചില്ല് കൊട്ടാരം പോലെ നിലംപതിച്ചിട്ടുള്ള ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം പറയാ, മക്കള് നോക്കിയാലും മക്കള് നോക്കിയില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആർക്കും വേണ്ടാത്തവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ആമേൻ. ലോകത്തിൽ നിന്നെ ഒരുപക്ഷെ ആർക്കും വേണ്ടായിരിക്കാം, വീട്ടിലുള്ളവർക്ക് നീ അധികം പറ്റായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നിന്നെ ആവശ്യമുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആയുസ് ദൈവം നീട്ടുന്നതിന്റെ കാരണം രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മൂശാട്ട കാണിക്കാനല്ല. ദൈവം ആയുസ്സും ആരോഗ്യവും തന്ന് വീട്ടിൽ നമ്മെ, ദേശത്ത് നമ്മെ നിർത്തുന്നത് വീട്ടിൽ വഴക്കുണ്ടാക്കാനല്ല, മൂശാട്ട കാണിക്കാനല്ല. ദൈവസന്നിധിയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അനേകരോട് എന്റെ വചനം അറിയിക്കാൻ വേണ്ടിയാ. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെ കുറിച്ചൊരു ലജ്ജയുമില്ല. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇവിടെ നേടുന്ന നല്ലതാണ്, അതുകൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാം. പക്ഷെ നാം പോകാനിരിക്കുന്ന രാജ്യത്ത് ഇതൊന്നും ഉപകരിക്കപ്പെടുകയില്ല. ഇവിടെ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്, ഇതെല്ലാം നമുക്ക് വേണം, വേണ്ടാത്ത ഒന്നുമില്ല. സ്തോത്രം. ഒരാഗ്രഹം കഴിയുമ്പോൾ മറ്റൊരാഗ്രഹം മനുഷ്യന് സ്വാഭാവികമാണ്. പണ്ട് പുല്ല് മേഞ്ഞ വീട്ടിൽ കിടന്ന നമ്മുടെ പ്രായമുള്ളവർ ഇതിനകത്ത് ഉണ്ടാകാം. ആ പുല്ല് മാറിയപ്പോൾ പിന്നെന്തായി, വൈക്കോലിന്റെ കീഴിൽ കിടന്ന ആളുകൾ ഉണ്ടാകാം. എന്റെയൊക്കെ കാലത്ത് ഓലക്കാലമായിരുന്നു. വൈക്കോല് മാറിയപ്പോ ഓലയായി. ഓല മാറിയപ്പോ എന്തായി, ആസ്പെറ്റോസ് ആയി. ഓടായി. ഓട് മാറിയപ്പോ ഇപ്പൊ എന്തായി, വാർപ്പായി. വാർപ്പ് മാറി ഇപ്പൊ വീണ്ടും ആൾക്കാർ ഓടിലേക്ക് എന്ത് ചെയ്തോണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, കാലം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിനും മാറ്റം വരും. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതൊക്കെ ഈ ലോകത്തെ ജീവിതത്തിന് ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷെ വരാനുള്ള ലോകത്തിൽ ഇതൊന്നും ആവശ്യമില്ല. ഇതിന്റെ അപ്പുറത്ത് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ഞാനും നിങ്ങളും എന്തായിരിക്കണം, പങ്കുകാരായിരിക്കണം. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഇവിടെ തിരുവചനം നാം ഇങ്ങനെയാണ് വായിക്കുക, എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യൂ. സ്തോത്രം. ഒത്തിരി പ്രതിസന്ധികൾ തന്നെ ചുറ്റി വളഞ്ഞു. സ്തോത്രം. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ തനിക്കുണ്ടായി. പക്ഷേ തന്റെ പ്രത്യാശ ദൈവത്തിലായിരുന്നു. എന്താ കാരണം? എന്റെ ദൈവം ആരാണ്? അവൻ എന്റെ ശൈലമാണ്, അവൻ എന്റെ കോട്ടയാണ്, അവൻ എന്റെ രക്ഷകനാണ്, അവൻ എന്റെ പാറയാണ്, അവൻ എന്റെ പരിചയാണ്, അവൻ എന്റെ കൊമ്പാണ്, അവൻ എന്റെ ഗോപുരമാണ്. ഹല്ലേലൂയ. എന്ന പകൽക്കാലം പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിലുള്ള പ്രത്യാശ വർദ്ധിക്കുവാനിടയായി തീരട്ടെ. അല്പകാലം മാത്രമേ ഭൂമിയിലെ, അറിയാവുന്നവർ ചേർന്ന് പാടാം, നിത്യമീട് എന്റെ നിത്യമീട്. അല്പകാലം മാത്രമേ ഭൂമിയിലെ സ്വർപ്പുരമാണ് എന്റെ നിത്യമീട്, എന്റെ നിത്യമീട്.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണക്കി നമ്മുടെ കണ്ണുകൾ അടച്ച് കേൾക്കപ്പെട്ട ദൈവിക ആലോചനയ്ക്ക് മുൻപാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ ബലമാണ്, ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ദൈവം ഞങ്ങളുടെ രക്ഷകനാണ്, ദൈവം ഞങ്ങളുടെ കോട്ടയാണ്. അങ്ങ് ഞങ്ങളുടെ പരിചയാണ്, അങ്ങ് ഞങ്ങളുടെ കൊമ്പാണ്, ഗോപുരമാണ്. ആമേൻ. അങ്ങ് ഞങ്ങളുടെ ശൈലമാണ്. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ്സും ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയവും ആമേൻ ഞങ്ങളുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ഈ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം ഒരുക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഈ വചനങ്ങൾ